എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള വാർത്തകളാണ് മുന്നോട്ട് പറഞ്ഞത്. സന്ദേശമുണ്ട്. നമ്മുടെ സിനിമക്കാലം 20 സിനിമ 3 ഷാദിയിൽ നാളെ തൊട്ട് അത് തിയേറ്റർ ഉണ്ടാകുന്നതാണ്. സപ്പോർട്ട് ചെയ്ത് 100 നടന്ന് സൗദിയുടെ കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും. നമസ്കാരം, ഞാൻ താജ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിന്നും കളപ്പം 24 സിനിമ കാണാൻ എൻ്റെ സംവിധായകൻ രാകേഷ് കുരുമ്പാല രാജേഷ് ഗോപിനാഥ് അതിനാണ് അടിച്ച് ഈ സംവിധായകനെ ആദരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ബിഗ് സലൂട്ടായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം മനസ്സിലാക്കണം. അമേരിക്കാരുടെ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള സിനിമയാണ്. അതിഗംഭീര സിനിമയാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിഗംഭീരമായി തന്നെ ഈ സിനിമ ചെയ്തു. ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഒരു കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഞാൻ പന്തളം പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോൾ രാകേഷിൻ്റെ അമ്മ മെമ്പറായിരുന്നു. അങ്ങനെ രാകേഷിനെ അന്ന് പരിചയപ്പെടുത്തിയത് രാകേഷിൻ്റെ കഥയുമായി 12 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ സമീപിച്ചിരുന്നു. ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ പോയതാണ്. രാജീവ് ഗോപിനാഥ് ചേർന്ന് എന്നാണ് അണിയിച്ച് ആദരിക്കുകയാണ്. എല്ലാവരും വാസ്തവം. എല്ലാവരും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഉടൻ തന്നെ രാജീവ് ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ രാകേഷിനെ കൊണ്ടുള്ള സിനിമ ഞങ്ങൾ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവും. രാകേഷ് സന്തോഷമായോ? ഹാപ്പിയായി രാകേഷ്, ഹാപ്പിയായി. എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ലോക്കൽ ഫണ്ടിലെ ഫോട്ടോ എടുക്കും. എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം.
ഒരാളെങ്കിലും കാണട്ടെ. ആരെങ്കിലൊക്കെ വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തല കൈവഴിയാണ്. ഈ തിയേറ്ററിൽ ഒന്ന് കാണാമെന്നോ ആൾക്കാരെ കാണാമെന്നാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് കണ്ടുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് നമുക്കിനി ദിവസങ്ങളില്ല തിയേറ്ററിൽ കളിക്കാൻ. കാരണം നാളെ സൺഡേയാണ്. അപ്പം നാളെ എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും നാളെ എനിക്ക് വേണ്ടി 1.5 മണിക്കൂർ എനിക്ക് മാറ്റി വെക്കാം. കാരണം അതാണ് നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട്. നാളെ കളിച്ചാൽ അപ്പോൾ എനിക്ക് എന്താ പറയുക ഒരാഴ്ച യോഗ. കാരണം ഇത് നിങ്ങൾക്ക് ഈ പണം ഇഷ്ടപ്പെടും. അതിന് കുഴപ്പമുണ്ട്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ നാളെ ഫാമിലിയായിട്ട് ഒന്ന് കാണണം. നമ്മൾ മലയാളികൾ നല്ലത് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റാണ് സിനിമ. ഓക്കെ, ഒരുപാട് പേരെങ്കിലും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കാര്യം പറയാനാണ് നിങ്ങളെ വിളിച്ചത്. എന്റെ സമീപത്തിരിക്കുന്ന രാകേഷ് കൃഷ്ണൻ പുറമ്പാട്, ഇദ്ദേഹം പന്തളം സ്വദേശിയാണ്. ജന്മനാ തന്നെ ഇദ്ദേഹത്തിന് ശരീരത്തെ ബാധിച്ച സെർബൽ പൾസി എന്ന രോഗത്തോട് പൊരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് രാകേഷ് കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ യാത്ര, അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുകയാണ്. കളം @24 എന്ന ഒരു സിനിമ നിർമ്മിച്ച് ഏതാണ്ട് 1 മണിക്കൂർ 23 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സിനിമ തന്റെ ശാരീരികമായ പരിമിതികളെ അതിജീവിച്ച് കൂടുതൽ പ്രതീക്ഷ ലോകത്തിന് നൽകി തന്റെ മനസ്സിന്റെ കരുത്തുകൊണ്ട് നവംബർ മാസം 29-ന് അത് പ്രേക്ഷകരിലേക്ക് എത്തുക. ഇതിന്റെ ഫാന്റസി ഡ്രാമ വിഭാഗത്തിലുള്ള സസ്പെൻസ് ത്രില്ലറാണ് ചിത്രത്തിന്റെ കഥ. തിരക്കഥ സംഭാഷണമില്ല, ഇദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. തന്റെ പരിമിതികൾക്ക് മുന്നിൽ പതറി നിൽക്കാതെ പൊരുതി നേടിയ സ്വപ്ന സാക്ഷാത്കാരമാണ് രാകേഷിന്റെ. ഇത്തരമൊരു രോഗമുണ്ടായാൽ നിരാശയിൽ ആണ്ടുപോകാൻ സാധ്യതയുള്ള ഘട്ടത്തിൽ നിരാശപ്പെടാതെ തന്റെ ജീവിതം അർത്ഥവത്താക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിതത്തെ സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഈ സിനിമ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു രോഗം ബാധിച്ച ഒരാൾ അതിനോട് പൊരുതി ഒരു സിനിമ സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിക്കുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര സിനിമാ മേഖലയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇന്നുവരെ ഇത്തരം നേട്ടം കൈവരിക്കാനായിട്ടുള്ളത്. ഇത് പരിമിതികൾ കാരണം ജീവിതത്തിൽ പലപ്പോഴും നിരാശയിൽ പെട്ടുപോകുന്നവർക്ക്
പ്രതീക്ഷ നൽകുന്നതും പ്രോത്സാഹനം നൽകുന്നതുമായിട്ടുള്ള കാര്യമാണ് സിനിമ. ഈ സിനിമയ്ക്ക് എല്ലാവിധമായ പിന്തുണയും സഹായവും സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റ് ഭാഗത്തും ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ, മാധ്യമങ്ങൾ, മറ്റെല്ലാ സുഹൃത്തുക്കളും ഈ സിനിമ കാണാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും മുന്നോട്ട് വരണമെന്ന് വിനയോട് അഭ്യർത്ഥിക്കാനാണ് നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്. രാജേഷോട് എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം. ഇതേ ദിവസം കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത്. ഒരു വർഷമായി ഞാൻ ഈ ഫീൽഡ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അത് നടക്കത്തുള്ളൂ. ഒരു 3-ാം ക്ലാസ് അമ്മയുടെ ഒപ്പത്തിന് പോകണം. അപ്പോൾ നടക്കത്തില്ല. അതിനുശേഷം അമ്മയാണ് എന്നെ കൂടി ഇതൊക്കെ ചെയ്യിച്ചു. ഈ ഒരു മനുഷ്യക്ക് ഇല്ലാത്ത അമ്മ എല്ലാ തരത്തിലും ഞാൻ മാറി നിൽക്കണം. എൻ്റെ അമ്മ എന്നെ വാക്ക് കിട്ടത്തില്ല. എല്ലാത്തിനും ഉൾക്കൊടുക്കണം. മറ്റുള്ളവർക്ക് നീയും പറയണം. ആ ചിന്തയാണ്. അങ്ങനെ അതിനാണ് ഞാനിപ്പം മന്ത്രിയായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിവാക്കാം. അതുപോലെ എനിക്ക് ഞാൻ ഈ സിനിമയാണ് പറയാം. ഈ സിനിമയാണെങ്കിൽ കഴിഞ്ഞ വർഷം സൂചന കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട്. കാരണം ഞാൻ അഭിനയിച്ച എല്ലാം കുട്ടിയാക്കാം, എല്ലാം കുട്ടിയാക്കാം. നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു. ഒരു സമയത്ത് ഒരു തക്കലുണ്ട്. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മന്ത്രിയെ വീട്ടിൽ പോയി കാര്യം പോയി. മന്ത്രിയുടെ സഹായത്തോടുകൂടിയാണ് ഈ മാസം 29 പണം തിയേറ്റർ ഡിസ്ട്രിക്റ്റിന് സഹായിച്ചു. അപ്പം അന്നും മന്ത്രി നന്ദി വേണം പറ്റില്ല. ഈ വർഷത്തേക്ക് സാധനം നമുക്ക് അവസാനിപ്പിക്കാറ്. ആദ്യം പറഞ്ഞ കാര്യത്തിൽ പ്രാധാന്യം കൊടുക്കണം. ആദ്യം പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് അംഗം രമ ആർ കുറുപ്പിന്റെ മകനായ രാകേഷ് കൃഷ്ണന് ജന്മന സെറിബ്രൽ പാൾസി ഉണ്ട്. എന്നാൽ ചെറുപ്പം മുതൽ രോഗിയാണെന്ന തോന്നൽ മകനുണ്ടാവാതിരിക്കാൻ അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും തന്റെ പരിമിതികളെ മറികടന്ന സിനിമ എന്ന ലക്ഷ്യത്തിനു മുന്നിൽ രാകേഷ് കൃഷ്ണന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ സെറിബ്രൽ പാൾസി എന്ന രോഗം കീഴടങ്ങി. പരിമിതികളെ മറികടന്നുകൊണ്ട് തന്റെ 35-ാം വയസ്സിൽ രാകേഷ് സംവിധായകനായി 1.5 വർഷം കൊണ്ട് നിർമ്മിച്ച കളം അറ്റ് 24 സിനിമ 29-ന് പ്രേക്ഷകരിലേക്ക് എത്തും. ഈ സിനിമ നമുക്ക് വിജയിപ്പിക്കാം. രാകേഷ് കൃഷ്ണന് സാമൂഹ്യനീതി വകുപ്പിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിറഞ്ഞ കയ്യടികളോടുകൂടി സ്വീകരിക്കാം.